IPL അവസാനിച്ചപ്പോൾ ഉയർന്നു കേട്ട പഴി എന്തായിരുന്നെന്നോ? ഇന്ത്യൻ ക്രിക്കറ്റിനെ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്പിൻ കരുത്ത് മങ്ങിപ്പോയി എന്നതായിരുന്നു അത്. വിക്കറ്റ് വേട്ടയിൽ ആദ്യ പത്തിലുള്ള ഏക സ്പിന്നർ ഒരു ഇന്ത്യക്കാരനായിരുന്നില്ല. അത് അഫ്ഗാനിസ്ഥാൻ താരമായ റാഷിദ് ഖാൻ ആയിരുന്നു. IPLലും ഫ്ലാറ്റ് വിക്കറ്റ് എന്ന പഴികേട്ട സീസണിലാണ് ഇന്ത്യൻ സ്പിന്നർമാർ വിക്കറ്റില്ലാതെ കുഴങ്ങിയത്. പക്ഷേ അതൊരവസാനമല്ല. നിങ്ങൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടെസ്റ്റ് നോക്കൂ. അവിടെ ഒരു താരം ഉദിക്കുന്നുണ്ട്. പേര് മാനവ് സുധർ. രാജസ്ഥാൻ സ്വദേശിയാണ്. 23 വയസ്സേ ഉള്ളൂ പ്രായം. ഇടംകൈ സ്പിൻ ഓൾറൗണ്ടർ. IPLൽ തിളങ്ങിയ ചുരുക്കം ചില ഇന്ത്യൻ സ്പിന്നർമാരിൽ ഒരാൾ. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമായ മാനവ് 5 കളികളിൽ വീഴ്ത്തിയത് 2 വിക്കറ്റുകളാണ്. ചെന്നൈ സൂപ്പർ കിങ്സ്, ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് എന്നീ വമ്പൻ ടീമുകളിലെ വമ്പൻ താരങ്ങളെ നേരിട്ടപ്പോൾ വിട്ടുകൊടുത്തത് ചുരുങ്ങിയ റൺസുകൾ മാത്രമാണ്. RCBക്കെതിരെ വഴങ്ങിയത് 19 റൺസ്. അപകടകാരിയായ രജത് പട്ടീദാറിനെ മടക്കി. CSKക്കെതിരെ നൽകിയത് 22 റൺസ് മാത്രമാണ്. പുറത്താക്കിയത് അതിലും അപകടകാരിയായ ഡെവാൾഡ് ബ്രവിസിനെയാണ്. റെഡ് ബോൾ ക്രിക്കറ്റിൽ എക്കാലത്തും ഇന്ത്യയുടെ കരുത്തായിരുന്നു ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് സ്പിൻ ബൗളിംഗ്. ബിഷൻ സിംഗ് ബേദിയിൽ തുടങ്ങുന്നതാണ് ആ മഹാപാരമ്പര്യം. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ലെഫ്റ്റ് ആം സ്പിന്നർ, ഇന്ത്യയുടെ വിഖ്യാതമായ സ്പിൻ ക്വാർട്ടറ്റിലെ അംഗം. പിന്നീട് രവിശാസ്ത്രി, വെങ്കടപതി രാജു, സുനിൽ ജോഷി, മപ്പു നാദ്കർണി, രവീന്ദ്ര ജഡേജ, പ്രഗ്യാൻ ഓജ, മുരളി കാർത്തിക്, അക്സർ പട്ടേൽ എന്നിവരിലൂടെ അൺഓർത്തഡോക്സ് ലെഫ്റ്റ് ആം സ്പിന്നറായ കുൽദീപ് യാദവിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യയുടെ ആ പാരമ്പര്യം. അശ്വിൻ വിരമിക്കുകയും രവീന്ദ്ര ജഡേജ കരിയറിൻ്റെ അവസാനത്തിലെത്തി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു സ്പിൻ ഓൾറൗണ്ടറെ തേടുകയായിരുന്നു ഇന്ത്യൻ ടീം. അക്സർ പട്ടേലിന് പിന്നാലെ ആ പാരമ്പര്യം തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 1 അല്ല 2 താരങ്ങളെയാണ് ടീം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. രാജസ്ഥാന്റെ മാനവ് സുധറും വിദർഭയുടെ ഹർഷ് ദുബൈയും. പന്തിൻ്റെ സ്പിൻ, അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ, അതിൻ്റെ അതിവേഗം എന്നിവ മാനവ് സുധർ എന്ന സ്പിന്നറുടെ അതിശയിപ്പിക്കുന്ന ഘടകമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അശ്വിൻ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 29 കളികളിൽ നിന്ന് മാനവ് പിഴുതത് 129 വിക്കറ്റുകളാണ്. അടിച്ചെടുത്തത് 945 റൺസും. താരതമ്യേന ഉയരം കൂടിയത് മറ്റൊരു തരത്തിൽ അയാളെ അപകടകാരിയാക്കുന്നുണ്ട്. ഇടംകൈ ബാറ്റർമാർക്കെതിരെ കൂടുതൽ ഫലപ്രദമാണ് മാനവ് സുധറിൻ്റെ ഡെലിവറികൾ, എറൗണ്ട് ദ വിക്കറ്റായി എറിയുമ്പോൾ പ്രത്യേകിച്ചും. 16 വർഷങ്ങൾക്ക് ശേഷമാണ് ജഡേജ അശ്വിൻ കൂട്ടുകെട്ടില്ലാതെ ഒരു ടെസ്റ്റ് മത്സരം ഇന്ത്യൻ ടീം കളിക്കുന്നത്. അഫ്ഗാനെതിരെ ഇന്ത്യയുടെ പന്ത് തിരിക്കാനുള്ള അവസരം കടുത്ത മത്സരത്തിനൊടുവിലാണ് സുധറിന് കിട്ടിയത്. പരിചയസമ്പന്നനായ അക്സർ പട്ടേലിന് വിശ്രമം നൽകിയതോടെ മാനവ് സുധറിന് ആദ്യമായി ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്പ് അണിയാൻ അവസരം തുറക്കുകയായിരുന്നു. 2023 അക്സർ പട്ടേലിന് ശേഷം ആദ്യമായി ഒരു ഇന്ത്യൻ സ്പിന്നറുടെ ടെസ്റ്റ് അരങ്ങേറ്റം. ഫൈനൽ 11ലെ സ്ഥാനത്തിനായി മാനവ് സുധർ മത്സരിച്ചത് ഹർഷ് ദുബൈയുമായിട്ടാണ്. 23-കാരൻ തന്നെയായ ഹർഷ് ദുബൈയും ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും തിളങ്ങിയ താരമാണ്. മാനവിനെ പോലെ ഇടംകൈയൻ സ്പിൻ ഓൾറൗണ്ടർ. IPLൽ ഹൈദരാബാദ് താരമായ ദുബൈ 11 കളികളിൽ 13 വിക്കറ്റുകളാണ് നേടിയത്. പന്തിലെ വേരിയേഷൻസാണ് അയാളെ അപകടകാരിയാക്കുന്നത്. 27 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നായി 133 വിക്കറ്റുകളും 1026 റൺസുമാണ് ദുബൈയുടെ നേട്ടം. ദുബൈയുടെ പന്തിലെ സീം പൊസിഷൻ മികച്ചതെന്ന് ടോം മൂഡി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. സീം നിലനിർത്തിക്കൊണ്ട് തന്നെ വേഗവ്യതിയാനം വരുത്താറാണ് പതിവ്. പന്തിനെപ്പോഴും ഓവർ സ്പിൻ കിട്ടുന്നു എന്നതും നേട്ടമാണ്. ഇന്ത്യ A ടീമിന് വേണ്ടി തിളക്കമുള്ള വിക്കറ്റ് വേട്ടയ്ക്ക് ഉടമയാണ് ഹർഷ് ദുബൈ. ഒരു രഞ്ജി സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എന്ന നേട്ടത്തിന് ഉടമയുമാണ്. കേരളം ഫൈനലിൽ തോറ്റ 2025 സീസണിൽ ജേതാക്കളായ വിദർഭയ്ക്ക് വേണ്ടി ദുബൈ ആകെ നേടിയത് 69 വിക്കറ്റുകളാണ്. സാദൃശ്യങ്ങൾ അവിടെയൊന്നും അവസാനിക്കുന്നില്ല. തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഫസ്റ്റ് ഡിവിഷൻ ലീഗിൽ കളിച്ച് ഇരുവരും ചെന്നൈയിലാണ് തങ്ങളുടെ ബൗളിംഗ് മികവ് മിനുക്കിയെടുത്തത്. ഇരുവരുടെയും ക്രിക്കറ്റ് യാത്രകളിൽ രവിചന്ദ്ര അശ്വിൻ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുമുണ്ട്. അശ്വിനാണ് ദുബൈക്ക് TNCA ലീഗിൽ കളിക്കാനുള്ള അവസരം ഒരുക്കിയതും അവിടെ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റനായതും. ഇപ്പോഴും അവർ തമ്മിൽ ആ ബന്ധം സൂക്ഷിക്കുന്നുമുണ്ട്. എന്നാൽ സുധറിൻ്റെ കാര്യത്തിൽ അശ്വിൻ്റെ സ്വാധീനം അല്പം പരോക്ഷമാണ്. അശ്വിനെ തൻ്റെ ഏറ്റവും മികച്ച മാതൃകയായി കാണുന്ന സുധർ അശ്വിൻ്റെ ബൗളിംഗ് വ്യതിയാനങ്ങളും ക്രീസ് ഉപയോഗിക്കുന്ന രീതിയുമെല്ലാം വളരെ സൂക്ഷ്മമായി പഠിച്ചാണ് മുന്നേറിയത്. കരിയറിൻ്റെ തുടക്കത്തിൽ ബാറ്റിങ്ങിൽ കൂടുതൽ മികവ് പുലർത്തിയിരുന്നത് ദുബൈ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് സുധർ തൻ്റെ ബാറ്റിംഗ് നിലവാരം ഏറെ ഉയർത്തിയിട്ടുണ്ട്. 2025-26 രഞ്ജി ട്രോഫി സീസണിൽ തൻ്റെ കന്നി ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറി നേടുകയും ചെയ്തു. തീർച്ചയായും ഇവർ തമ്മിൽ ചില വ്യത്യാസങ്ങളുമുണ്ട്. അല്പം കൂടി ഉയരമുള്ള സുധറിന് പന്ത് റിലീസ് ചെയ്യുന്ന പോയിന്റ് കൂടുതലാണ്. അമ്പയർക്കും സ്റ്റമ്പുകൾക്കിടയിലൂടെയുമുള്ള പ്രത്യേക ചരിഞ്ഞ റണ്ണപ്പോടെ വിക്കറ്റിന് ചുറ്റും ബൗൾ ചെയ്യുന്ന ശൈലിയാണ് അദ്ദേഹം പലപ്പോഴും സ്വീകരിക്കുന്നത്. പന്ത് പുറത്തേക്ക് ആംഗിൾ ചെയ്ത് ഫസ്റ്റ് സ്ലിപ്പിൽ ക്യാച്ചിനുള്ള അവസരങ്ങൾ അയാൾ സൃഷ്ടിക്കുന്നുണ്ട്. രാജസ്ഥാൻ്റെ ബൗളിംഗ് കോച്ചും മുൻ ഇടംകൈയൻ സ്പിന്നറുമായ അനൂപ് ദവെ
സുതാറിൻ്റെ കരുത്തിനെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. നെറ്റ്സിൽ മണിക്കൂറുകളോളം കൃത്യമായി ഒരു സ്പോട്ടിൽ തന്നെ പന്തെറിയാൻ അവൻ പരിശീലിക്കാറുണ്ട്. ഇത് അവൻ്റെ കൃത്യതയും സ്റ്റാമിനയും വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. തൻ്റെ മികച്ച ദിവസങ്ങളിൽ എതിർ ടീമിൻ്റെ ബാറ്റിംഗ് നിരയെ തകർത്തെറിയാൻ അയാൾക്ക് കഴിയും. കോച്ച് പറയുന്നത് അങ്ങനെയാണ്. ഈ സീസണിൽ ഛത്തീസ്ഗഡിനെതിരെ ഒരു ഇന്നിംഗ്സിൽ 8 വിക്കറ്റ് വീഴ്ത്തിയ പ്രകടനം അതിന് അടിവര ചാർത്തുന്നു. അഫ്ഗാനിസ്ഥാൻ ടെസ്റ്റിന് ശേഷം ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് പരമ്പര ഓഗസ്റ്റിൽ ശ്രീലങ്കയിലാണ്. അവിടെ ജഡേജ, കുൽദീപ് യാദവ്, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരായിരിക്കും ടീമിലെ ആദ്യത്തെ 3 സ്പിന്നർമാർ ആകാൻ സാധ്യത. അഫ്ഗാനിസ്ഥാനെതിരെ ആരരങ്ങേറ്റം കുറിച്ചാലും അവരായിരിക്കും ഇവരുടെ ബാക്കപ്പ്. നമ്മുടെ 4ാമത്തെ സ്പിന്നറാകാൻ സാധ്യതയുള്ള ഒരാളെ പരീക്ഷിച്ചു നോക്കാൻ പറ്റിയ ഏക ടെസ്റ്റ് മത്സരം ഇതായിരിക്കുമെന്നാണ് ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തെക്കുറിച്ച് പറഞ്ഞത്. ദീർഘകാലത്തേക്ക് ടീമിന് പ്രയോജനപ്പെടുന്ന ഒരാളെ പരീക്ഷിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ അവസരത്തിലാണ് തനിക്ക് അവസരം ലഭിച്ചത് എന്നത് സുന്ദറിന് മുൻതൂക്കം നൽകുന്നുണ്ട്. അത് നഷ്ടപ്പെട്ട ഹർഷ ദുബൈക്ക് ഇത് അവസാനമൊന്നുമല്ല, അല്പം കൂടി കാത്തിരിക്കണമെന്ന് മാത്രം. പക്ഷേ വെല്ലുവിളിയുമായി സുയാ ശർമ്മ, മിലിന്ദ് ചവാൻ, നിതീഷ് റെഡ്ഡി തുടങ്ങിയവർ കൂടി ചേരുമ്പോൾ ഇന്ത്യ അതിൻ്റെ സ്പിൻ കരുത്തിലേക്ക് അധികം വൈകാതെ തന്നെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്.